കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പലപ്പോഴും പണക്കൊഴുപ്പിന്റെയും ആഡംബരങ്ങളുടെയും പ്രദർശനവേദിയായി മാറാറുണ്ട്. എന്നാൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ സ്വീകരിച്ച നിലപാടുകൾ ഈ പരമ്പരാഗത രീതികളെ പാടെ തിരുത്തിക്കുറിക്കുന്നതായിരുന്നു. കോടികൾ മുടക്കിയുള്ള പരസ്യങ്ങളോ ആകാശമുയരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകളോ ഇല്ലാതെ തികച്ചും ലളിതമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന അദ്ദേഹത്തിന്റെ ശൈലി ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. സാധാരണ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളും പാർട്ടികളും കോടികളാണ് പ്രചാരണത്തിനായി ചെലവാക്കുന്നത്. എന്നാൽ ചാണ്ടിയുമ്മൻ ഇതിൽ നിന്നും വിട്ടുനിന്നു. മണ്ഡലത്തിലുടനീളം പോസ്റ്ററുകളും ഫ്ലെക്സുകളും നിറയ്ക്കുന്നതിന് പകരം ആ പണം ജനങ്ങളുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കണമെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന ഫ്ലെക്സുകൾ ഒഴിവാക്കിയതിലൂടെ ഒരു പരിസ്ഥിതി സന്ദേശം കൂടിയാണ് അദ്ദേഹം നൽകിയത്. പ്രചാരണ ചെലവ് പരമാവധി കുറച്ചത് വഴി ലഭിക്കുന്ന തുക പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. സാമ്പത്തികമായി വലിയ ബാധ്യതകളോ പണപ്പിരിവോ ഇല്ലാത്തതിനാൽ തനിക്ക് ഈ തിരഞ്ഞെടുപ്പ് തികച്ചും ടെൻഷൻ ഫ്രീ ആയിരുന്നുവെന്നും ചാണ്ടിയുമ്മൻ പറയുന്നു. ഇത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ വോട്ടർമാരുമായി കൂടുതൽ ശാന്തമായി സംവാദിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ രാഷ്ട്രീയ സംഘർഷങ്ങളോ കേസോ ഇല്ലാത്ത ഒരേ ഒരു മണ്ഡലം പുതുപ്പള്ളിയാണെന്നും ചാണ്ടിയുമ്മൻ അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടുന്നു. ഉമ്മൻചാണ്ടി നൂറ്റാണ്ടിലധികം കാത്തു സൂക്ഷിച്ച സമാധാനപരമായ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ വിജയമാണിത്. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ പരസ്പരം ആക്രമിക്കുന്ന രീതിക്ക് പകരം സ്നേഹത്തിലും സൗഹൃദത്തിലും അധിഷ്ഠിതമായ ഒരു പ്രവർത്തന ശൈലിയാണ് ഇവിടെ ഉള്ളത്. ചാണ്ടിയുമ്മൻ പലപ്പോഴും തന്റെ മണ്ഡലത്തിൽ സഞ്ചരിക്കുന്നത് സൈക്കിളിലാണ്. സാധാരണക്കാരന്റെ വീടുകളിൽ ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും അദ്ദേഹം ഈ ലളിതമായ മാർഗം സ്വീകരിച്ചു. എതിരാളികൾ ഇതിനെ പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന് വിശേഷിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിലും പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഇത് ആത്മാർത്ഥമായ ഒരു സമീപനമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വിമർശനങ്ങൾ വലിയ തോതിൽ ഉയർന്നതുമില്ല. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്കപ്പുറം പ്രായോഗികമായി ജനങ്ങളെ സഹായിക്കുന്നതിൽ ചാണ്ടിയുമ്മൻ വലിയ മാതൃക കാണിച്ചു. കഴിഞ്ഞ 2.5 വർഷത്തിനിടെ 43 വീടുകൾ നിർമ്മിച്ച് പാവപ്പെട്ടവർക്ക് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. നിലവിൽ 5 വീടുകളുടെ നിർമ്മാണം കൂടി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. വീടില്ലാത്തവന്റെ സങ്കടം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഈ രീതി അദ്ദേഹത്തിന് വലിയ ജനപ്രീതിയും നേടിക്കൊടുത്തു. സ്വന്തം മണ്ഡലമായ പുതുപ്പള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ചാണ്ടിയുമ്മന്റെ രാഷ്ട്രീയ പ്രവർത്തനം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരെക്കാൾ കൂടുതൽ സമയം മറ്റു മണ്ഡലങ്ങളിൽ പാർട്ടി പ്രചാരണത്തിനായി അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. തന്റെ ഊർജ്ജസ്വലതയും സംഘടനാ ശേഷിയും സംസ്ഥാനം ഒട്ടാകെ പ്രയോജനപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിന് ഒരു പ്രാദേശിക നേതാവ് എന്നതിലുപരി സംസ്ഥാന തലത്തിൽ വലിയ സ്വീകാര്യത നൽകി. ചാണ്ടിയുമ്മന്റെ ലാളിത്യവും പ്രവർത്തന ശൈലിയും ഇന്ന് ദേശീയ തലത്തിൽ ചർച്ചാ വിഷയമാണ്. ആഡംബരങ്ങൾ ഒഴിവാക്കിയുള്ള ഈ പുതിയ രാഷ്ട്രീയ ശൈലി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നു. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ലാളിത്യവുമാണ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ യഥാർത്ഥ കരുത്തെന്ന് അദ്ദേഹം തന്റെ ഓരോ പ്രവൃത്തിയിലൂടെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കേവലം ഒരു MLA കണ്ടെത്താനുള്ള പോരാട്ടം മാത്രമല്ല, മറിച്ച് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പരീക്ഷണശാല കൂടിയാണ്. താൻ കൈക്കൊണ്ട ഈ രീതി എല്ലാവരും പിന്തുടരണമെന്ന് ചാണ്ടിയുമ്മൻ നിർബന്ധിക്കുന്നില്ലെങ്കിലും ഇത് മാറ്റത്തിന്റെ വലിയൊരു കാറ്റാണ്. പണമില്ലാതെയും ആഡംബരങ്ങളില്ലാതെയും ജനമനസ്സുകൾ കീഴടക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് പുതുപ്പള്ളിയിൽ നിന്നും അദ്ദേഹം നൽകുന്നത്. സേവനവും ലാളിത്യവും മുഖമുദ്രയാക്കിയ ചാണ്ടിയുമ്മന്റെ ഈ രീതി വരുംകാല രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു വലിയ പാഠപുസ്തകമായിരിക്കും എന്നതിലും തർക്കമില്ല. വോട്ടെണ്ണൽ ഫലം പുറത്തു വരുമ്പോൾ ഈ ജനകീയ മാതൃകയ്ക്ക് പുതുപ്പള്ളി നൽകുന്ന അംഗീകാരം എത്രത്തോളം ഉണ്ടെന്ന് ലോകം കാണാനിരിക്കുകയാണ്.